നമ്മളിപ്പോൾ ഇന്ന് പച്ചക്കറിക്ക് ഇടുന്നത് മിക്സിംഗ് വളമാണ്, രാസവളമാണ്, മിക്സിംഗാണ്. ഇടയ്ക്ക് വന്നിട്ട് നമ്മളിതിന് മുന്നേ ഒരു ജൈവവളം ഇട്ട് കൊടുത്തു. പിന്നെ കയറൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതിന്, നമ്മുടെ പയറിനും തക്കാളിക്കൊക്കെ. ഇപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുല്ലെല്ലാം വലിച്ചു കളഞ്ഞു. ഇതിൻ്റെ ചുവട്ടിലുള്ള പുല്ലൊക്കെ വലിച്ചു കളഞ്ഞിട്ട് മണ്ണിട്ട് കൊടുത്തു. അതുപോലെ തക്കാളിയുടെ സൈഡിൽ നമ്മൾ കല്ല് ഓരോ ഇത് നാട്ടിയിട്ട് അതിൽ കെട്ടിക്കൊടുക്കുകയാണ്. തക്കാളി ഇതിലും വളമിട്ട് കൊടുത്തിട്ട് ഇനി മണ്ണിടണം. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞി കായ്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇതിനൊക്കെ പെസ്റ്റിസൈഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് ഇതിലേക്ക് ഈ വടിയിലേക്ക് കെട്ടിക്കൊടുക്കണം. അതിന് കയറൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക, ഇത് നമ്മുടെ കൊമ്പൻ, ഇതൊരു കൊമ്പൻ വെണ്ടയ്ക്ക എന്നൊക്കെ പറയുക അതിനെ തോന്നുന്നു, അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ അതിലും നമ്മളിപ്പോൾ വളമിട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് സാധാ വെണ്ടയ്ക്കയാണ്. ഇതിൽ ഒരെണ്ണം ഉണ്ടായിരുന്നതെന്ന് പറിച്ചിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ ചീര കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ആ ചീരയിലുള്ള മറ്റ് കാടുകൾ വലിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം അതിൽ ഒരു പ്രാവശ്യം നുള്ളിയിട്ടുണ്ട് ചീര, ഒരു പ്രാവശ്യമൊക്കെ ഉണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഒന്നും കൂടി വളമിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മഴയും കൂടി കിട്ടിയാൽ വളരെ ഉഷാറാവും. പൊടി വളമിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൽ മുളക്, മുളക് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഇപ്പുറത്തൊരു മുളകുണ്ട്, ഇതവിടെ ഇങ്ങനെ. ഇതിൽ ഒരു വളഞ്ഞിട്ടുള്ള ഒരു പിരിയൻ മുളകാണ്. ഇതൊന്നും കാശ്മീരി ചില്ലി പോലത്തെ ഉള്ളതായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. അതൊക്കെ അവിടെ നമ്മൾ അതിന് മണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വഴുതിരിങ്ങി അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത്. വഴുതിരിങ്ങി ഒന്നും ഉണ്ടായി കാണില്ല, പൂവ് ഇങ്ങനെ കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അതിലും പെസ്റ്റിസൈഡ് കൊടുത്തിട്ട് വളം ഇട്ടിട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ പയറിൽ ഇത് വലിച്ചു കെട്ടുന്നുണ്ട്. മറ്റേ ചൂടി വലിച്ചു കെട്ടി ഒരു ചൂടി ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി കെട്ടണം. അത് കഴിഞ്ഞ് അതും കൂടി ചെയ്യണം. പിന്നെ കൂർക്കയിൽ കുറച്ച് പുല്ല് അവൻ വലിച്ചു, ഞാൻ വളം വാങ്ങാൻ പോയി വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇനി അടുത്തത് ഇത് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പുല്ല് പറിക്കാമെന്ന് പറഞ്ഞിട്ടാണ്.